ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു കുത്തൊഴുക്കൊന്നും കാണുന്നില്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള രണ്ട് വാർത്തകൾ പറയാം, രണ്ടും പ്രധാനപ്പെട്ടത്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, രണ്ടാമത് പറയാം. ഒന്നാമത് പറയും, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ടതല്ല എന്നല്ല പറയുന്നത്. വിനായക ചതുർത്ഥി ആണല്ലോ ഇപ്പോൾ, ഗണേശോത്സവം എല്ലായിടത്തും നടക്കുകയാണ്. ബംഗ്ലാദേശിൽ കാദം മുബാറക്ക് ഏറിയ ചിറ്റഗോങ് സിറ്റിയിലെ ഒരു സ്ഥലമാണ്. അവിടെ കുറേ ഹിന്ദുക്കളുണ്ട്. ചിറ്റഗോങ് പ്രദേശത്ത് കുറച്ച് ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലമാണ് ചിറ്റഗോങ്. ചിക്കൻ നെക്ക് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്ത്യയെ നമ്മുടെ നോർത്ത് ഈസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയ. അതാണ് ഈ മറ്റേ മമത പറഞ്ഞത്, വേണ്ടി വന്നാൽ ഞങ്ങളധികം ബ്ലോക്ക് ചെയ്യുമെന്ന്. എന്ന് പറഞ്ഞാൽ മണിപ്പൂർ, സിക്കിം, മേഘാലയ എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്തേക്ക് ഉള്ള ഇന്ത്യയുടെ ഒരു ഇടുങ്ങിയ പാസേജാണ്. അതിന് അപ്പുറത്ത് എന്താണ്, ചിറ്റഗോങ്ങാണ്, ബംഗ്ലാദേശിൻ്റെ ഏരിയയാണ്. അതങ്ങ് ബ്ലോക്ക് ചെയ്യും എന്ന് ഒരു ദേശവിരുദ്ധമായ പ്രസ്താവന ബംഗാൾ മുഖ്യമന്ത്രി മമത പറഞ്ഞു. അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുമായി നേഫ എന്ന് പറയുന്ന വടക്ക് കിഴക്കൻ 7 സംസ്ഥാനങ്ങളുണ്ട്, അവിടേക്കുള്ള ഇന്ത്യയുടെ സപ്ലൈ ചെയിൻ മുറിച്ചുള്ള എന്ന് വെച്ചാൽ അത്രയും ഭാഗം ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പോയവരാകും. അത്രയ്ക്ക് വിനാശകരമായ പ്രസ്താവന ഇറക്കിയ ഈ സ്ത്രീയാണ് ഇപ്പോഴും ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചിറ്റഗോങ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയോട് അടുപ്പമുള്ള നമ്മുടെ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ കുറേ ഹിന്ദുക്കളുണ്ട്. അവിടെ ഒരു ഗണേശ ഘോഷയാത്ര നടന്നു, ഗണപതി ഭഗവാന്റെ വിഗ്രഹമൊക്കെ ആയിട്ട് ഘോഷയാത്ര നടക്കുമ്പോഴത്തേക്ക് അവിടെ മോമിൻ റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ആ ഘോഷയാത്രയ്ക്ക് നേരെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന്, കെട്ടിടത്തിൻ്റെ അല്ല, നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതാണ്, തിളപ്പിച്ച വെള്ളം താഴത്തേക്ക് ഒഴിച്ചു. അങ്ങനെ വന്നിട്ട് ഇഷ്ടിക കൊണ്ടെറിഞ്ഞു. ബംഗ്ലാദേശിൽ ആ ഗണേശ ഘോഷയാത്ര അലങ്കോലമായി. അപ്പോൾ കുറച്ച് ഹിന്ദുക്കൾ അവിടെ ഉള്ള സ്ഥലമായിട്ട് അവർ സംഘടിച്ചു. രാത്രി വലിയ സംഘർഷമൊക്കെ ഉണ്ടായി, പട്ടാളമൊക്കെ വന്നു. അത് നമ്മുടെ പത്രത്തിൽ മാധ്യമങ്ങളിൽ വരത്തില്ലല്ലോ, ഹിന്ദുക്കളല്ലേ, സ്വാഭാവികം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ ടോക്കിലും നമ്മളിത് പറയേണ്ടി വരുന്നല്ലോ എൻ്റെ തമ്പുരാനെ എന്നാണിപ്പോൾ എൻ്റെ ഒരു സംശയം. കാരണം നമ്മുടെ പ്രേക്ഷകർ ഓർക്കും, ഇവന്മാർക്ക് ഇതേ ഉള്ളോ പറയാൻ, നമുക്കിതേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോക്കും, ABC ടോക്കിൽ നമ്മളെടുക്കുന്ന വിവരങ്ങൾ മറ്റൊരു മാധ്യമത്തിലും വരുന്നില്ല. ഇപ്പോൾ ലോകാരാധ്യനായ, ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരമാചാര്യനായ മാർപ്പാപ്പയെ ഇന്തോനേഷ്യയിൽ വെച്ച് IS തീവ്രവാദികൾ കൊല്ലാൻ ശ്രമിച്ചു. ഇതുവരെ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമത്തിലും വാർത്ത വന്നിട്ടില്ല. കാരണം കൊല്ലാൻ ശ്രമിച്ച IS തീവ്രവാദികളായതുകൊണ്ട്. മലയാളത്തിൽ ആദ്യമായി അത് റിപ്പോർട്ട് ചെയ്ത് അതേക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് ABC മലയാളമാണ്. ഇതിന് തൊട്ട് താഴെയായി നമ്മൾ അപ്ലോഡ് ചെയ്ത ആ വീഡിയോയും കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നിരന്തരം പറയേണ്ടി വരുന്നു, ആരും പറയുന്നില്ല, നമ്മൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്, ആരും പറയാത്ത വാർത്തകളാണ് ABC കൊടുക്കുന്നത്. അങ്ങനെ കൂടി അതെ, അത് നമുക്ക് സന്തോഷമാണ്. അത് തിരിച്ചറിയുന്ന പ്രേക്ഷകരുണ്ടല്ലോ. നമ്മളിപ്പോൾ മറ്റ് പല ചാനലുകളും ചെയ്യുന്ന പോലെ നമ്മൾ എല്ലാവരും എടുക്കുന്ന എല്ലാ വിഷയങ്ങളും എടുത്ത് നമ്മളിങ്ങനെ ചർവിതചർവണം പോലെ ABC ടോക്കിൽ നമ്മുടെ മറ്റ് സെഗ്മെൻറ്റുകളിൽ മറ്റു വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതെ, ഇപ്പോൾ ABC ചാറ്റ് എന്ന് പറഞ്ഞ് വേറൊരു സെഗ്മെൻറ്റ് പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ. നമ്മുടെ ഈ ABC ടോക്ക് നമ്മൾ ചുവപ്പ് മഞ്ഞ കളറിലാണ് പോകുന്നത്. അല്ലാതെ കുറച്ചുകൂടെ വേറെ കളർ നീലയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റിൽ തമ്പനയിൽ വരുന്ന കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വ്യത്യസ്തരായ ആളുകളാണ് വരുന്നത്. അതൊക്കെ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള മറ്റെല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മൾ സെലക്ട് ചെയ്ത് ഒരു ദിവസം നമ്മൾ തീരുമാനിക്കും ഏതെല്ലാം വിഷയങ്ങൾ എടുക്കണമെന്ന് തീരുമാനിച്ച് കുറേ ഗൗരവപ്പെട്ട, അത് മറ്റു മാധ്യമങ്ങൾ പറയാത്തതും പറയില്ല എന്ന് ഉറപ്പുള്ളതുമായ വാർത്തകളാണ് നമ്മൾ ABC ടോക്കിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വന്നിട്ട്, അത് അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്ന, അവർ പറയും ഇത് വേറെ ഒരിടത്തും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് വേറൊരിടത്തും വരാത്തത് കൊണ്ട് വാർത്തയല്ല എന്ന് പറയുന്നവരുമുണ്ട്. നമ്മളിതൊക്കെ പറയുന്നത് കൃത്യമായ ആധികാരികമായിട്ടാണ്. ഈ വാർത്തകളെല്ലാം ശരിയുമാണ്, നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാണ്. KSEBയുടെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞതും ശരിയാണ്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അതിനകത്ത് നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ, KSEBയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. കാരണം അതിനകത്ത് അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു. അഡ്വാൻസ് 250 രൂപ മറ്റോ. അപ്പോൾ നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ അഡ്വാൻസ് പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ഇതുണ്ട്, അഡ്വാൻസ് എന്ന് പറഞ്ഞ് ഈ തുക പിരിച്ചിരിക്കുന്ന ആ ബില്ല് നോക്കി നമ്മൾ പറഞ്ഞു. KSEBക്കാരിപ്പോൾ കൊട്ടിക്കൊഷിയാണ്, കണ്ടില്ലേ അത് അഡ്വാൻസ് അല്ല, ഡെപ്പോസിറ്റിൻ്റെ പലിശയാണ്. എടാ, പലിശയ്ക്ക് ആരെങ്കിലും അഡ്വാൻസ് എന്ന് പറയുമോ? നമുക്കിത് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്. പ്രേക്ഷകർക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല, ബില്ല് കിട്ടുന്നവർക്ക് അറിയത്തില്ല. നമ്മളത് ശുദ്ധഗതിക്ക് അഡ്വാൻസ് എന്ന് പറയുന്നത് ഇത് അഡ്വാൻസ് ആണെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞു. അത് മാത്രമാണ് നമുക്കതിൽ തെറ്റ് പറ്റിയത്. തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ബില്ല് തന്നതുകൊണ്ട് തെറ്റ് പറ്റിയതാണ്, അല്ലേ? അതെ, ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ. FDക്ക് ക്യാഷ് ഡെപ്പോസിറ്റായി മേടിക്കുന്ന തുകയുടെ പലിശയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് എഴുതണ്ടേ? അതെ, അത് അവരുടെ വക്കീൽ നോട്ടീസിലെ വിശദീകരണത്തിൽ പറയുന്നത് അത് ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ പലിശയാണ്, അതുവരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു.
അത് നമ്മുടെ കുഴപ്പമില്ല. നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് മനസ്സിലായേനെ. നമുക്ക് മനസ്സിലായിട്ടില്ല, പ്രേക്ഷകർക്കും മനസ്സിലായിട്ടില്ല, ബില്ല് കിട്ടുന്ന ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൊട്ടെ നമ്മൾ അതിലേക്ക് പറക്കുന്നില്ല. പിന്നെ KSEBിയിലെ കുറേ ആളുകൾ, ഒരുപാട് ജീവനക്കാരുടെ ചില സംഘടനകളിൽപ്പെട്ട ആളുകളൊക്കെ നമ്മൾ വിളിച്ചു. നിങ്ങൾ ബോർഡിനെ വിമർശിച്ചോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ തൊഴിലാളികൾ നിരപരാധികളാണ്. അതിനകത്ത് അവർ പറഞ്ഞൊരു കാര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കേട്ടോ. അത് നമ്മൾ ഒരു ടോക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ചോദിച്ചത് എനിക്ക് സത്യത്തിൽ വലിയ സങ്കടം വന്നു. അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, അദ്ദേഹം ആരാണെന്നൊക്കെ ഞാൻ പറയാം, നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പോയിന്റ് ഈ സന്ദർഭവശാലം വന്നുകൊണ്ട് പറയാം, അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയേണ്ട കാര്യമല്ല. അദ്ദേഹം പറയുന്നത്, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിധവകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്നറിയാമോ? KSEB ആണെന്ന്. എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ശരിയാണ്, നമ്മൾ മിക്കവാറും കേൾക്കുന്നുണ്ട് പാവപ്പെട്ട തൊഴിലാളി കറണ്ട് അടിച്ചും ലൈനിലിരുന്ന് കത്തിക്കരിഞ്ഞൊക്കെ മരിക്കുന്നുണ്ട്. അങ്ങനെ മരിക്കുന്ന ആളുകളുടെ ഭാര്യമാർക്ക്, ഹതഭാഗ്യരായ ഭാര്യമാർക്ക്, ഞാൻ വിധവ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്ത ഭാര്യമാർക്ക് കോർപ്പറേഷൻ ജോലി കൊടുക്കുന്നുണ്ട്, ബോർഡ് ജോലി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ബോർഡിലെ എല്ലാ ആളുകളും കുഴപ്പക്കാരാണെന്ന അഭിപ്രായമൊന്നും നമുക്കില്ല. അവിടെയുള്ള ചില കുഴപ്പങ്ങളും ജീവനക്കാരുടെ കുഴപ്പങ്ങളും അല്ല നമ്മൾ പറഞ്ഞത്. ഇപ്പം ചിലർക്ക് വിഷമം ഉണ്ടായത് KSEB ജീവനക്കാർക്ക്, ഡ്രൈവർമാർക്ക് വലിയ ശമ്പളമാണെന്നുള്ളത്. അത് മറ്റ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അവർക്ക് എല്ലാ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം കൂടുതൽ കിട്ടട്ടെ, നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതുപോലെ നാട്ടിലെ ആളുകളുടെ പണം ഇങ്ങനെ പിരിച്ചെടുത്ത് സൗജന്യ നിരക്കിൽ വൈദ്യുതി കിട്ടാനുള്ള പദ്ധതി KSEB അട്ടിമറിച്ചതിനെ കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് മനോരമയിൽ ഒരു മെയിൻ സ്റ്റോറി വന്നിരുന്നു. അത് അട്ടിമറിച്ചിട്ട് കൂടിയ വിലയ്ക്ക് മേടിക്കാനുള്ള പദ്ധതി നടപ്പാക്കി. ഇത് തൊഴിലാളി ഉത്തരവാദിയല്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് പറയാനല്ല, അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. KSEBയുടെ കാര്യങ്ങളെല്ലാം KSEBയിലെ ജീവനക്കാർ നല്ല സ്തുത്യർഹമായ തരത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. ഏത് പ്രതികൂല അവരെയൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്ന കുഴപ്പങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഉണ്ട്. ഇപ്പം റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗ് നടന്നില്ലേ, നമ്മുടെ വീഡിയോയുടെ എഫക്റ്റ് തന്നെയാണ്. എത്ര ആളുകൾ വലിയ തോതിൽ അഭിപ്രായം പറയും, ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മുടെ വീഡിയോയുടെ പേരിൽ അവർ നമുക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചു. 1 കോടി രൂപ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൊടുക്കാനൊന്നുമില്ല. അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കേസ് ഫൈറ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ആ വക്കീൽ നോട്ടീസിൽ നമ്മൾ ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടില്ല എന്ന ആക്ഷേപവും നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അടുത്ത KSEB എന്ത് ചെയ്യുന്നു നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. അതാണ് അതിൻ്റെ കാര്യം. സന്ദർഭവശാൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പറയുന്ന വാർത്തകൾ തെറ്റാറില്ല. KSEBയുടെ വാർത്തയിലും നമുക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റിയിട്ടില്ല. ടെക്നിക്കലി നമ്മൾ സാങ്കേതിക വിദഗ്ധരൊന്നും അല്ലാത്തതുകൊണ്ട് ലേമാൻ സൈഡിൽ സാധാരണക്കാരനെ പോലെ സമീപിക്കുമ്പോൾ ഉള്ള ധാരണപ്പശകളും തെറ്റിദ്ധാരണകളും ഉണ്ടാവാം. അത് ഒരു ക്രൈമൊന്നുമല്ല. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോഴെങ്കിലും നമ്മുടെ ഈ വീഡിയോ വന്നതിന് ശേഷമെങ്കിലും KSEB തയ്യാറായല്ലോ. ഇത്രയും കാലം ജനങ്ങൾ ചോദിച്ചാൽ മിണ്ടാതിരുന്നവർ നമ്മുടെ വീഡിയോ വന്നപ്പോൾ ചില മറുപടിയൊക്കെ അവരുടെ പേജിലും സൈറ്റിലും FBയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലത്. ഇത്രയും മതി. സംശയങ്ങൾ ദൂരീകരിച്ച് പോവുക, പരമാവധി ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ സത്യസന്ധമായ വാർത്തയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഈ പറഞ്ഞ വാർത്തകളെല്ലാം മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നല്ല അർത്ഥം. സംഭവിക്കുന്നുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം പറയാത്തതാണ്. ഇനി ഏറ്റവും പുതിയ കാര്യം പറയാം. ബംഗ്ലാദേശിൻ്റെ കൊടി കണ്ടിട്ടുണ്ടോ? പച്ചക്കൊടി, നടുക്ക് ഒരു ചുവന്ന അല്ലേ വട്ടം പോലെ സാധനം, വെള്ള ഇതിനകത്ത്. അങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ കൊടി. അപ്പോൾ ഒരു കാര്യം, അപ്പോൾ ആ കൊടി നരേൻ ദാസ് എന്ന് പറഞ്ഞൊരാൾ ഡിസൈൻ ചെയ്തതാണ്. ഹിന്ദുവാണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അറിയാമോ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമർ സോനാർ ബംഗ്ല എന്ന് തുടങ്ങുന്നതാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം. അതെഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഹിന്ദുവാണ് കേട്ടോ. അപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം മാറി 71-ലുണ്ടായ രാജ്യമാണ്. ഇന്ത്യ സഹായിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു രാജ്യമാണ്. ഇന്ത്യ സഹായിച്ചതുകൊണ്ട് മാത്രം ഉണ്ട് കഴിയുന്ന രാജ്യമാണ്. അങ്ങനെയുള്ള ബംഗ്ലാദേശിന് ഇപ്പോൾ ഭരണഘടനയുടെ കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. ഭരണഘടനയിൽ ഇല്ലാത്ത പദവിയിൽ ചില ആളുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ ഭരിക്കുന്നത്. കെട്ടിയിറക്കിയൊരു പാവ. അപ്പോൾ ഇവരിപ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായിരുന്ന ആളുടെ മകൻ അബ്ദുല്ലാഹിൽ അമൻ അസ്മി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഈ കൊടി ഇസ്ലാമികമല്ല. മാറ്റണം. ഈ കൊടിയിൽ ബംഗ്ലാദേശിൻ്റെ
കൾച്ചറുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല. ഇസ്ലാമിക ചിഹ്നങ്ങളില്ല, അതുകൊണ്ട് ചന്ദ്രക്കലയില്ല, ക്രസൻ്റ് ഇല്ല, അതുകൊണ്ട് കൊടി മാറ്റണം. കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായോ? 71 മുതൽ ഇതുവരെ മുസ്ലിം ഭൂരിപക്ഷമായിരുന്നിട്ടും ജനാധിപത്യ രാജ്യമായി മതേതര രാജ്യമായി നിന്ന മതേതര സ്വഭാവങ്ങൾ കാണിക്കുന്ന സർക്കാരുകൾ ഭരിച്ചിരുന്ന ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായി അവർ ഇസ്ലാംവൽക്കരിക്കാൻ പോവുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിൻ്റെ മകനാണ് പറയുന്നത്. ഈ അമീറൊക്കെ ജയിലിലായിരുന്നു ഹസീനയുടെ കാലത്ത്. ജമാഅത്തെ ഇസ്ലാമിയെ ഹസീന നിരോധിച്ചിരിക്കുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് മൗദൂദിയൻ സിദ്ധാന്തങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരവാദം വളർത്തുന്നത്. ആ ആശയങ്ങൾ പുലർത്തുന്നവരുടെ കയ്യിലേക്കാണ് ബംഗ്ലാദേശിൻ്റെ ഭരണം വന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കൊടി മാറ്റണമെന്ന് പറയുന്നത്. ഈ തീവ്രവാദ നിലപാടുള്ളവരെ മുഴുവൻ പിടിച്ച് ഹസീന ജയിലിട്ടേക്കും. അതെ, അവരെല്ലാം തുറന്നു വിട്ടു. അമർ സോനാർ ബംഗ്ല എന്ന് പറയുന്ന, അതായത് അമർ എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കാതിട്ടെ, സോനാർ ബംഗ്ല സ്വർണം പോലെയുള്ള ബംഗ്ല, സുവർണ ബംഗാൾ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ദേശീയ ഗാനം മാറ്റണമെന്നും ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു വലിയ, ഇപ്പം ബംഗ്ലാദേശിൽ വലിയ കലാപമൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയത് ഇന്ത്യയാണ്. അതെ, അവരുണ്ടിരുന്നതും നമ്മൾ കാരണമാണ്. ഇപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായില്ല. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്ന് ടെക്സ്റ്റൈൽ വ്യവസായമായിരുന്നു. അതെ, നമ്മൾ ചണം നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന ചണം ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ കലാപമൊക്കെ ഉണ്ടായി, ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ചണം, പരുത്തി, നൂല് ഒന്നും ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല. പിന്നെ ബംഗ്ലാദേശിലാണ് കൂടുതൽ. ഇപ്പം നമ്മൾ റിലയൻസിൻ്റെയൊക്കെ തുണി വാങ്ങുമ്പോഴത്തേക്ക്, റിലയൻസിൻ്റെ ഔട്ട്ലെറ്റിലൊക്കെ പോയി നമ്മൾ തുണി വാങ്ങി, റിലയൻസിൻ്റെ, ടാറ്റയുടെ ഒക്കെ ഒരുപാട്, മാക്സ്, റിലയൻസ്, സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുതിയ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ. അവരുടെയൊക്കെ ചില ഷർട്ട്സൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് നോക്കും മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് വലിയ തോതിൽ ടെക്സ്റ്റൈൽസ് ഉണ്ടാക്കി, റെഡിമെയ്ഡ്സ് ഉണ്ടാക്കി ലോകത്തിലേക്ക് കയറ്റി അയക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് വില കുറച്ച സാധനങ്ങൾ കിട്ടുന്നത്. കാരണം അവിടെ തുച്ഛമായ പൈസ കൊടുത്താണ് ഒരു ഷർട്ടൊക്കെ അടിക്കുന്നതിന് 5 രൂപയൊക്കെ കൊടുത്താൽ അവിടെ അടിച്ച് കിട്ടും. തുണി അവിടെ കൊടുക്കുന്നു, അവിടെ കൊണ്ട് തയ്പ്പിക്കുന്നു. നിസാര പൈസയ്ക്ക് അവിടെ ജോലി. കടുത്ത ദാരിദ്ര്യമുള്ള രാജ്യമല്ലേ. ഒരു ദിവസം 5 രൂപ അല്ലെ 10 രൂപ കൊടുത്തിട്ട് ഒരു ദിവസം 10 ഷർട്ട് അടിച്ചാൽ അവന് 100 രൂപ കിട്ടും, അല്ലെ 200 രൂപ കൊടുക്കും. അപ്പോൾ ഷർട്ടൊക്കെ ഉണ്ടാകുന്ന ഫാക്ടറീസ് ആണല്ലോ. ഷർട്ട് എടുക്കുന്നു, അളക്കുന്നു, കട്ട് ചെയ്യുന്നു, ഒരാൾ കട്ട് ചെയ്യുന്നു, ഒരാൾ അടിക്കുന്നു, ഒരാൾ ബട്ടൺ പിടിപ്പിക്കുന്നു ഒക്കെയാണ്. അപ്പോൾ അതിന് തുച്ഛമായ 200-250 രൂപയൊക്കെയാണ് ഒരാൾക്ക് കിട്ടുന്ന കൂലി. അതുകൊണ്ടാണ് ഇത്രയും വില കുറഞ്ഞ് ഇത്തരം ന്യൂ ജനറേഷൻ ഷോപ്പുകളിൽ കുറഞ്ഞ വിലയ്ക്ക് തുണി കിട്ടും. അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. ആളുകൾക്ക് 3-4 മാസം ഇട്ടാൽ മതി, അത് കഴിയുമ്പോൾ കളഞ്ഞു, അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ. 500 രൂപയ്ക്കൊക്കെ മനോഹരമായ ഉടുപ്പുകളൊക്കെ കിട്ടും. പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്ന മനോഹരമായ സാധനങ്ങൾ കിട്ടും. കാരണം അത് യൂസ് ആൻഡ് ത്രോയാണ്. 4-5 തവണ ഇടുന്നു, കളയുന്നു. അപ്പോൾ ഒരു 500 രൂപയ്ക്ക് മേടിച്ചാൽ ഒരു 10 തവണ ഇട്ടാൽ മുതലായി. അപ്പോൾ ഈ പറയുന്നത് എന്ത് പറ്റി, ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽ വ്യവസായം വലിയ പ്രതിസന്ധിയിലാണ്. ചണം പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. ഇപ്പോൾ എന്താ പറ്റിയെന്നറിയുമോ? അവിടുത്തെ റെഡിമെയ്ഡ് യൂണിറ്റുകളൊക്കെ പ്രവർത്തനം നിന്നു. ഇപ്പോൾ ഈ സംഭവിക്കുന്നത് ന്യൂ ഇയർ അടക്കമുള്ള സീസൺ വരാൻ പോവാം. നമുക്കിപ്പോൾ ഓണക്കാല സീസൺ കേരളത്തിൽ സീസണാണെന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന ഒരു സീസൺ ന്യൂ ഇയർ. ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ റെഡിമെയ്ഡ് സാധനങ്ങൾ ചെലവഴിക്കുന്ന ഒരു സീസൺ ലോകവ്യാപകമായി. നമ്മുടെ ഓണമൊന്നുമല്ല, ന്യൂ ഇയറും ക്രിസ്മസുമാണ്. ന്യൂ ഇയർ. പക്ഷേ ഇത്തവണ ബംഗ്ലാദേശിന് ഓർഡർ കൊടുത്തിരിക്കുന്ന കമ്പനികളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നോയിഡയിലും തിരുപ്പൂരിലേക്കും വലിയ തോതിൽ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഓർഡറുകൾ എടുക്കാൻ പറ്റാതെ നോയിഡയിലെയും തിരുപ്പൂരിലെയും റെഡിമെയ്ഡ് കമ്പനികൾ വീർപ്പ് മുട്ടുന്നു എന്നാണ് ധനകാര്യ പ്രസിദ്ധീകരണങ്ങൾ പറയുന്നത്. സാധാരണ ഇല്ലാത്ത തരത്തിൽ 10-25 ഇരട്ടി പുതിയ ഓർഡറുകൾ വരികയാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കീറും. അപ്പോൾ ആ ബംഗ്ലാദേശ് ഇപ്പോൾ കൊടിയും മാറ്റി പാട്ടും പാട്ടിയിരിക്കും. ഇനി വയറ്റത്തടിച്ച് പാട്ട് പാടേണ്ടി വരും. വയറ്റത്തടിച്ച് ചെണ്ടകുട്ടി പുതിയ ദേശീയഗാനം പാടി ചന്ദ്രക്കലയുള്ള കൊടിയും പിടിച്ച് തേരാപ്പാര തെണ്ടി നടക്കും ബംഗ്ലാദേശികൾ. തെണ്ടി നടക്കൊന്നുമില്ല, അവർ അതിർത്തി കയറി ഇങ്ങോട്ട് വരും, ബംഗാൾ വഴി വരും. നമ്മുടെ സഖാവ് വിജയൻ അവർക്ക് റേഷൻ കാർഡും കൊടുത്ത് അതിഥി ദേവോ ഭവ, അതിഥി തൊഴിലാളി എന്ന് വിളിച്ച് ഇവിടെ കുടിയിരുത്തും. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിശേഷം ഇത്രയൊക്കെയാണ്. ബംഗ്ലാദേശ് സമ്പൂർണ്ണമായ ഇസ്ലാമിക ഭീകരവാദ രാജ്യമായി മാറുന്നു. ഒരു പക്ഷേ ജമായത്തെ ഇസ്ലാമി ഭരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ബംഗ്ലാദേശ് മാറുകയാണ്. മീഡിയ വണ്ണിന് അഭിമാനിക്കാം. ആസ്ഥാനമൊക്കെ മാധ്യമത്തിന് തുള്ളിച്ചാടാം. ചിലപ്പം ഇവിടെ പത്രം പൂട്ടിപ്പോയാലും അവിടെ ഒരു സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.